എൽസി ഉമ്മൻ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരം കൂടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. മകളെ കാണാനില്ല എന്ന് അച്ഛൻ പരാതി നൽകിയിരിക്കുന്നു. വടക്കേക്കര പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് ഈ പരാതി സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചിരിക്കുന്നു. FIR ഇട്ടിരിക്കുന്നു. വടക്കേക്കര പോലീസ് എടുത്ത കേസ് തിരുവനന്തപുരം കഴക്കൂട്ടം പോലീസിന് കൈമാറും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ അതിന്റെ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ഇതുവരെ ആ കുടുംബത്തിന്റെ ഒരു പ്രതികരണവും ലഭിച്ചിരുന്നില്ല. അവർ നിയമപരമായി നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയെ കാണാനില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മറ്റാരുടെയെങ്കിലും കസ്റ്റഡിയിലാണോ? എന്താണ് ഈ കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നത്? മകളെ കാണാനില്ലെന്നാണ് അച്ഛൻ പരാതി നൽകിയിരിക്കുന്നത്. ഈ വടക്കേക്കര പോലീസ് ഈ ഒരു വിഷയത്തിൽ പരാതി സ്വീകരിച്ചിട്ടുണ്ട്. മകളെയുമായി നിർബന്ധിച്ച് കസ്റ്റഡിയിൽ വെച്ച് ആരെങ്കിലും നിർബന്ധിച്ച് പറയിപ്പിച്ചതായിരിക്കുമോ എന്നൊരു കൺസേൺ ഇവർക്കുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ജൂൺ 1-ാം തീയതി മുതൽ മകൾ അവധിയിലാണ് എന്നൊരു വിവരം മാത്രമേ അച്ഛന് ലഭിക്കുന്നുള്ളൂ ഓഫീസിൽ നിന്ന് നേരത്തെ പ്രതികരിച്ചിരുന്നു. അത് മാത്രമാണ് ഈ പെൺകുട്ടിയെ അന്വേഷിച്ചപ്പോൾ കിട്ടിയിരുന്നത്. പെൺകുട്ടി തിരുവനന്തപുരത്ത് ജോലിക്ക് പോയിരുന്നു എന്ന് മാത്രമേ അദ്ദേഹത്തിന് അറിയുകയുള്ളൂ. എന്തായാലും എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വിവരം കൈമാറിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടങ്ങിയതായിട്ട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ FIR ഇട്ടിട്ടുണ്ട്. മാത്രമല്ല കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ കേസ് വരുന്നത്. പെൺകുട്ടി ടെക്നോ പാർക്ക് ജീവനക്കാരിയാണ്. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ വടക്കേക്കര പോലീസ് എടുത്ത ഈ കേസ് കഴക്കൂട്ടം പോലീസിന് കൈമാറുന്ന മറ്റൊരു വീഡിയോ കൂടി പെൺകുട്ടിയുടേതായി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത് ഈ നേരത്തെ വന്നതുപോലെ തന്നെ സമൂഹ മാധ്യമം വഴിയാണ്. ഐ ആം സേഫ് ആൻഡ് നോ വൺ ഹാസ് ത്രെറ്റൻഡ് മീ ടു റിവീൽ ദ ട്രൂത്ത് എന്നാണ് അതിന്റെ ഹെഡിംഗ് മാത്രം എനിക്ക് കേൾക്കാൻ പറ്റുന്നത്. അല്പസമയത്തിനകം തന്നെ നമുക്കത് പ്രേക്ഷകർക്ക് കൂടി നൽകാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു വേഷത്തിൽ ആ പെൺകുട്ടി പറയുന്നതാണ്, ഞാൻ സേഫാണ്, ആരുടെയും ഭീഷണി ഇല്ലായിരുന്നു എനിക്ക് സത്യം വെളിപ്പെടുത്തുന്നതിന് എന്ന് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നു. വളരെ കോംപ്ലിക്കേറ്റഡ് ആയി മാറുകയാണ് ഈ കേസ് എന്ന് തോന്നുന്നു. ആജ്ഞ പറഞ്ഞു വന്നത് തുടരാം. ആ വീഡിയോയിൽ തന്നെ പറയുന്നത് തന്നെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്ന് വ്യക്തമാക്കിയാണ് പുതിയ വീഡിയോ സന്ദേശം യുവതി ഇട്ടിരിക്കുന്നത്. ഒരു പക്ഷേ അച്ഛന്റെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇങ്ങനത്തെ ഒരു വീഡിയോ പെൺകുട്ടി പോസ്റ്റ് ചെയ്യാൻ. ഒരൊറ്റ സംശയം, ഈ പെൺകുട്ടിയെ ഈ രാഹുലിന്റെ വീട്ടിൽ, അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ കാണുന്നു. അപ്പോൾ മുഖത്ത് പാടുകളുണ്ട്, കഴുത്തിൽ പാടുകളുണ്ട്. ആ ഒരു സാഹചര്യം ബന്ധുക്കൾ ആവർത്തിച്ച് ചോദിക്കുന്നു. മർദ്ദനമേറ്റു എന്ന് മനസ്സിലായി. ആ ഘട്ടത്തിൽ അവർ ആ പെൺകുട്ടിയെ അപ്പോൾ തന്നെ കൂടെ കൂട്ടുകയാണ്. അതിനുശേഷം നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, പരാതി കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഈ കണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിനുശേഷം പെൺകുട്ടി വീട്ടുകാർക്കൊപ്പം ആയിരുന്നില്ലേ? ജോലിക്കെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വന്ന പെൺകുട്ടി വീട്ടുകാരുമായി യാതൊരു തരത്തിലും ബന്ധപ്പെട്ടിരുന്നില്ലേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ? സമ്മർദ്ദം കാരണമാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നാണ് രേണുക പെൺകുട്ടി ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വീട്ടുകാരുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാരുമായി ജോലിക്ക് തിരുവനന്തപുരത്തേക്ക് പോയതുവരെ ഈ പെൺകുട്ടി വീടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അതായത് തിരുവനന്തപുരത്ത് അതായത് ടെക്നോ പാർക്കിൽ പെൺകുട്ടി ജോലിയിലുണ്ട് എന്നാണ് വീട്ടുകാർക്ക് അറിയുന്നത്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഈ വീഡിയോ പുറത്തു വന്ന ശേഷമാണ് അന്വേഷിച്ചപ്പോൾ ജൂൺ 1-ാം തീയതി ജൂൺ 1-ാം തീയതി ആ പെൺകുട്ടി അന്നു മുതൽ അവധിയിലാണ് എന്നൊരു ഇൻഫർമേഷനാണ് കിട്ടിയതെന്നാണ് ഇവരുടെ ബന്ധുക്കൾ നമ്മളോട് പറഞ്ഞത്. ആ ഒരു സാഹചര്യം കൂടി മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയെ കാണാനില്ല എന്നൊരു പരാതി അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേണുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനും ആ പെൺകുട്ടിയുമായി സംസാരിച്ചതാണ്. അപ്പോഴൊക്കെ ഈ പറയുന്ന മർദ്ദനത്തിന്റെ പാടുകളൊക്കെ ആ പെൺകുട്ടിയുടെ മുഖത്തും കഴുത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. അത് വ്യക്തമാണ്. മർദ്ദനമേറ്റു എന്ന് പറയുന്ന കാര്യം വ്യക്തമാണ്. കേബിളാണോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് വ്യക്തതയില്ല. പക്ഷെ അത് അവര് പറഞ്ഞതാണ്. അത്തരം സാഹചര്യത്തിൽ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആ പെൺകുട്ടിയെ പോയി കാണുന്നത്. അപ്പോഴും ഈ പറഞ്ഞതുപോലെ മർദ്ദനമേറ്റ്, അതായത് തന്റെ വിവാഹം കഴിച്ചയച്ച ഒരു പെൺകുട്ടിയെ 7-ാം നാൾ വിരുന്നിന് ചെല്ലുമ്പോൾ മർദ്ദനമേറ്റ് നിൽക്കുന്ന ഒരു പെൺകുട്ടി അവൾ തന്നെ പറയുകയാണ്, രാഹുലേട്ടൻ എന്നെ മർദ്ദിച്ചതാണ് എന്ന് പറഞ്ഞു. അവൾ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ എടുത്തു ചോദിച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിലും, നിങ്ങൾ എന്തുകൊണ്ടാണ് ആദ്യം കള്ളം പറഞ്ഞത്? ഇത് ബാത്റൂമിൽ വീണതെന്നാണല്ലോ ആദ്യം പറഞ്ഞത്. നിങ്ങൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തയ്യാറായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അന്നേരം അവർ പറഞ്ഞത്, എനിക്ക് ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത കൺഫ്യൂഷനായിരുന്നു. അതേ വാചകം തന്നെ പെൺകുട്ടി ഈ വീഡിയോയിലും ആവർത്തിക്കുന്നുണ്ട്. ഞാൻ ഈ സാഹചര്യത്തിലും എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് എനിക്കറിയില്ല.
ആത്മഹത്യാ ഭീഷണി, അച്ഛൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു എന്ന് പറയുന്നു. ഈ ഒരു മാത്രമല്ല, താൻ അസിസ്റ്റന്റ് കമ്മീഷണറോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ തീർച്ചയായും എന്തായാലും വീട്ടുകാരുടെ, ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ, യുവതിയുടെ വീട്ടുകാരുടെ സമ്മർദ്ദത്താലാണ് ഭർത്തൃ വീട്ടുകാർക്കെതിരെ, ഭർത്താവിനെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പറയേണ്ടി വന്നത്. അതിൽ വലിയ പശ്ചാത്താപമുണ്ട്. വീട്ടുകാരുടെ സമ്മർദ്ദമായിരുന്നു. അച്ഛൻ ആത്മഹത്യാ ഭീഷണി ഉൾപ്പെടെ മുഴക്കിയിട്ടാണ് ഡവറി സംബന്ധിച്ചുള്ള, സ്ത്രീധന സംബന്ധിച്ചുള്ള പീഡനമാണ് തനിക്ക് നേരിടേണ്ടി വന്നത് എന്ന് മാധ്യമങ്ങളോടും പോലീസിനോടുമൊക്കെ പറഞ്ഞത് എന്നതാണ് ആ യുവതി പറയുന്നത്. ഇപ്പോൾ വീട്ടുകാരുമായി ബന്ധപ്പെടുന്നില്ല, താൻ സുരക്ഷിതയാണ്, തനിക്ക് ആരുടെയും ഭീഷണിയില്ല എന്ന കാര്യവും ആ യുവതി വ്യക്തമാക്കുകയാണ്. നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ